മഞ്ജു വാര്യരുടെ പരാതിയിൽ സംവിധായകൻ സനൽകുമാർ ശശിധരനെ കസ്റ്റഡിയിലെടുക്കുമെന്ന് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ പുട്ട വിമലാദിത്യ. ലുക്കൌട്ട് നോട്ടീസ് പ്രകാരമാണ് മുംബൈ വിമാനത്താവളത്തിൽ തടഞ്ഞുവെച്ചതെന്നും ഇയാളെ കൊച്ചിയിൽ എത്തിച്ച് ചോദ്യം ചെയ്യുമെന്നും സിറ്റി പോലീസ് കമ്മീഷണർ പറഞ്ഞു. അദ്ദേഹത്തിനെതിരെ പുറപ്പെടുവിച്ചിട്ടുള്ള ലുക്കൌട്ട് സർക്കുലറിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തിനെ മുംബൈ എയർപോർട്ടിൽ തടഞ്ഞു വെച്ചത്. നമ്മൾ കസ്റ്റഡിയിലെടുക്കും, എടുത്തിട്ട് ചോദ്യം ചെയ്യും. ചോദ്യം ചെയ്തിട്ട് ശേഷം അത് എലമക്കര കേസിലുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹത്തിനെ കസ്റ്റഡിയിലെടുത്ത് അവിടെ തടഞ്ഞു വെച്ചത്. ബാക്കി നമ്മൾ നടപടി അതിനനുസരിച്ച് എടുക്കും, നമ്മൾ കൊണ്ടുവരും. റിയ ബേബി കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. റിയ, നാട്ടിലേക്ക് മടങ്ങുകയാണ്, തന്നെ പോലീസ് പിടികൂടുമെന്നുള്ളതൊക്കെ ഫേസ്ബുക്ക് പോസ്റ്റായിട്ട് ഇതിന് മുൻപ് തന്നെ സനൽകുമാർ ഇട്ടിരുന്നു. ഓരോ ദിവസവും എന്തൊക്കെയോ ഫേസ്ബുക്ക് പോസ്റ്റ് ഇടാറുമുണ്ട്. അപ്പോൾ ഇനി ഇതിൽ നിയമ നടപടി എങ്ങനെയായിരിക്കും? പൊതുവെ ഇത്തരം കാര്യങ്ങളൊക്കെ സനൽകുമാർ ശശിധരൻ തന്നെ ഫേസ്ബുക്കിലൂടെ വീഡിയോ ആയും പോസ്റ്റുകളും ഒക്കെയായി പങ്കുവെക്കുന്ന ഒരു പതിവുണ്ട്. ഇന്ന് തന്നെ തിരുവനന്തപുരത്തേക്ക് താൻ മടങ്ങുകയാണ്, വിമാനത്താവളത്തിൽ എത്തുമെന്ന് പറഞ്ഞൊരു പോസ്റ്റ് ആദ്യം സനൽകുമാർ ഇട്ടിരുന്നു. അതിന് പിന്നാലെയാണ് തന്നെ ഇവിടെ തടഞ്ഞു വെച്ചിരിക്കുകയാണ് എയർപോർട്ടിൽ, മുംബൈ എയർപോർട്ടിൽ. എളമക്കരയിൽ നിന്നുള്ള പോലീസ് ഉദ്യോഗസ്ഥരെത്തി തന്നെ കസ്റ്റഡിയിൽ എടുക്കുമെന്ന് അറിഞ്ഞിരിക്കുന്നു എന്നൊരു പോസ്റ്റ് കൂടി സനൽ പങ്കുവെച്ചിരുന്നു. പിന്നീട് മുംബൈയിലെ സഹാർ പോലീസ് സ്റ്റേഷനിലേക്ക് തന്നെ മാറ്റിയിരിക്കുകയാണ്. വെള്ളമില്ല, ഭക്ഷണമില്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെയായിരുന്നു ഫേസ്ബുക്ക് പോസ്റ്റിൽ ഉണ്ടായിരുന്നത്. ഇപ്പോൾ സിറ്റി പോലീസ് കമ്മീഷണർ പുട്ട വിമലാദിത്യ അക്കാര്യത്തിലൊരു വിശദീകരണം നൽകുന്നുണ്ട്. നടി മഞ്ജു വാര്യരുടെ ഒരു പരാതി സനൽകുമാർ ശശിധരനെതിരെ ഉണ്ട്. എളമക്കര പോലീസ് സ്റ്റേഷനിലാണ് മഞ്ജു വാര്യർ ആ പരാതി നൽകിയത്. സമൂഹ മാധ്യമങ്ങളിലൂടെ നിരന്തരം തന്നെ അപമാനിക്കുകയും അപകീർത്തികരമായ പോസ്റ്റുകൾ ഇടുകയും ഒക്കെ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടാണ് മഞ്ജു വാര്യർ സനൽകുമാർ ശശിധരനെതിരെ ഒരു പരാതി എളമക്കര പോലീസ് സ്റ്റേഷൻ നൽകിയത്. അതിന്റെ ഭാഗമായി അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. സനൽകുമാർ ശശിധരനെ ഉടൻ തന്നെ കസ്റ്റഡിയിൽ എടുക്കുമെന്നാണ് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ വ്യക്തമാക്കിയിരിക്കുന്നത്. എളമക്കരയിൽ നിന്നുള്ള പോലീസ് ഉദ്യോഗസ്ഥരായിരിക്കും വിവരങ്ങൾ നൽകിയത്.